ഈ മെക്കാനിക്കലിൻ്റെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു മെഷീൻ, നമ്മൾ ഇതിനകത്ത് തന്നെ തിയറി ഓഫ് മെഷീൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ മെഷീൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മെഷീൻസ് എന്ന് പറയുന്നത് ഒരു എനർജി അല്ലെങ്കിൽ വർക്ക്, ആ എനർജിയെ വർക്കാക്കി മാറ്റും അല്ലെങ്കിൽ വർക്കിനെ എനർജിയാക്കി മാറ്റുന്ന കണക്റ്റഡ് ലിങ്ക്സിൻ്റെ, റിലേറ്റീവ് മോഷനുള്ള കണക്റ്റഡ് ലിങ്ക്സിൻ്റെ കോമ്പിനേഷനാണ് മെഷീൻസ്. അപ്പോൾ ആ മെഷീൻസിൽ പല പല മെമ്പറുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ആൻ IC എൻജിൻ ഒരു മെഷീൻ എലമെൻ്റാണ് പിസ്റ്റൺ അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ്, അല്ലെങ്കിൽ അതിലെ ക്രാങ്ക്, അതിലെ ഗിയേഴ്സ്, ഇതെല്ലാം ഓരോ മെഷീൻ എലമെൻറ്റ്സ് ആണ്, മീൻസ് ലിങ്ക്സ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് ആണ്. അതായത് ഓരോ മെഷീൻ എലമെൻറ്റ്സും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്. അപ്പോൾ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് ഈസ് ദി ഡിറ്റർമിനേഷൻ ഓഫ് റിക്വയർഡ് സൈസ്, ഷേപ്പ് ഓഫ് മെഷീൻ എലമെൻറ്റ്സ്. എന്തിനു വേണ്ടി? നമുക്ക് പല ലോഡ് അതിനകത്ത് കൊടുക്കേണ്ടി വരും. ആ ലോഡ് കൊടുക്കുമ്പോൾ ആ ലോഡ് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയും വേണം, അതിന് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി അത് ചെയ്യുകയും വേണം. അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സിൻ്റെ ഒരു പ്രിഫേസ്. അപ്പോൾ നിങ്ങളുടെ സിലബസിനകത്ത് ഡിസൈൻ ഓഫ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലോഡിംഗ് ഉണ്ട്, ഫെയിലിയർ തിയറീസ് ഉണ്ട്, ഫെറ്റീഗ്, സ്ട്രെങ്ത്, SN കർവ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് ഓഫ് ബോൾട്ടഡ് ജോയിൻസ്, റിവറ്റഡ് ജോയിൻസ്, വെൽഡഡ് ജോയിൻസ്, ഷാഫ്റ്റ്സ് ഉണ്ട്, സ്പർ ഗിയേഴ്സ്, റോളിംഗ് ആൻഡ് സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിങ്സ്, ബ്രേക്സ്, ക്ലച്ചസ്. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ 2 സെമസ്റ്ററിലായിട്ട് ഡിഗ്രി കോഴ്സിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. ആ മൊത്തം ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ PSC ഓറിയൻറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസൈൻ അല്ലെങ്കിൽ മെഷീൻ ഡിസൈൻ? ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണ്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന കോഴ്സ് എടുത്ത ഒരാൾക്ക് മാത്രമേ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് അതിൻ്റെ പ്രൊസീജിയറും ഐഡിയാസും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇനി എന്താണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്? DME, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഫങ്ഷണൽ, അത് വർക്ക് ചെയ്യുന്നതായിരിക്കണം, സേഫ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, അങ്ങനെയുള്ള മെക്കാനിക്കൽ കമ്പോണൻസ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഷാഫ്റ്റ്സ്, ഗിയേഴ്സ്. ബൈ അപ്ലൈയിങ് മെക്കാനിക്സ്, ലോസ് ഓഫ് മെക്കാനിക്സ്, മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ മെക്കാനിക്സ് അപ്ലൈ ചെയ്യണം, മെറ്റീരിയൽ സയൻസ്, മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യണം, എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ മീൻസ് അതിൻ്റെ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണോ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തുമായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണോ, ഇതെല്ലാം അപ്ലൈ ചെയ്ത് നമ്മൾ ഒരു ഫങ്ഷണലി സേഫായ, റിലയബിളായ ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കലാണ് മെഷീൻ ഡിസൈൻ എന്നുള്ള കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെഷീൻ ഡിസൈൻ നമുക്ക് ചെയ്യണമെങ്കിൽ മെയിനായിട്ട് ഏതൊക്കെ ടൈപ്പ് സ്ട്രെസ് ഉണ്ടെന്ന് നമുക്കറിയണം. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നുണ്ട്. സ്ട്രെസ്സുകളെ 2ആയിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാം. നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും. എന്തായിരുന്നു അതിൻ്റെ ഡിഫറൻസ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു നോർമൽ സ്ട്രെസ്, എന്തായിരുന്നു ഷിയർ സ്ട്രെസ്? ഇല്ല, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഫോളോ ചെയ്ത ആരും ഇല്ല. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് സ്ട്രെസ്സിനെ 2 ആക്സിസിനല്ല അത് പറയുന്നത്. നമ്മൾ സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പറയുന്നത് ഒരു ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു, ബോഡി ഡീഫോം ചെയ്യുന്നു, ആ ഡീഫോമേഷനെ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അതെ, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ബോഡി ഡീഫോം ചെയ്യുന്നു, ആ ഡീഫോമേഷനെ ബോഡി തന്നെ റെസിസ്റ്റ് ചെയ്യുന്നു.
ഈ റെസിസ്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് സ്ട്രെസ്. ഇപ്പോൾ റെസിസ്റ്റൻസ് ആണ് സ്ട്രെസ്. റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് സ്ട്രെസ്. ഡീഫോർമേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് സ്ട്രെയിൻ. ഇതെല്ലാം നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് പറയാത്തത്. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്ന ഡീഫോർമേഷൻ, സ്ട്രെസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ, ആ ഏരിയയ്ക്ക്, ഇപ്പോൾ ഇതൊരു ഏരിയ ആണെങ്കിൽ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെസ് നിൽക്കുകയാണെങ്കിൽ അത് നോർമൽ സ്ട്രെസ്. അപ്പോൾ ഇത് ഏരിയ ആണ്. ഏരിയയ്ക്ക് എലോങ് ആയിട്ട്, സർഫസിന് എലോങ് ആയിട്ട് സ്ട്രെസ് നിൽക്കുകയാണെങ്കിൽ അത് ഷിയർ സ്ട്രെസ് ടോപ്പ്. അപ്പോൾ എലോങ് പെർപെൻഡിക്കുലർ ടു സർഫസ്, എലോങ് ഓർ ടാൻജൻഷ്യൽ ടു സർഫസ്. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾ ഒരുവിധം എല്ലാ ടൈപ്പ് സ്ട്രെസ്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ട്, ഈ ഒരെണ്ണം ഒഴിച്ച്. നമുക്കവിടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ കോഴ്സിൽ ആ സർഫസ് പ്രഷർ അല്ലെങ്കിൽ ബെയറിംഗ് എന്ന് പറയുന്ന സ്ട്രെസ് പഠിച്ചിട്ടില്ല. അത് ഡിസൈനിലൊരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് ബെയറിംഗ് സ്ട്രെസ്. ഓക്കെ, ഇപ്പോൾ നോർമൽ സ്ട്രെസ്സിൽ തന്നെ ആക്സിയൽ സ്ട്രെസ് ഉണ്ട്. ആക്സിയൽ സ്ട്രെസ്സിൽ തന്നെ ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്. നോർമൽ സ്ട്രെസ്സിലൊരു ടൈപ്പ് തന്നെയാണ് സർഫസ് പ്രഷർ ഓർ ബെയറിംഗ് പ്രഷർ. ഇനി ഷിയറിനകത്ത് വരുന്നതാണ് ഡയറക്റ്റ് ഷിയർ. ഡയറക്റ്റ് ഷിയർ എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ റിവറ്റിനകത്ത് വരുന്ന ഡയറക്റ്റ് ഷിയർ ആണ്. ടോർഷണൽ ഷിയർ സ്ട്രെസ്, ടോർഷൻ ആക്ട് ചെയ്യുന്നു, ടി ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എം ടി ആക്ട് ചെയ്യുന്നു. ആ ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ഷാഫ്റ്റിൽ. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ്സുകളെല്ലാം ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് വേണം പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻസിൻ്റെ ഡെപ്തിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ടൈപ്സ് ഓഫ് സ്ട്രെസ്സിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ, നോർമലും ഷിയറും. സ്ട്രെസ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ബോഡിക്കുണ്ടാകുന്ന ഡീഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഫോഴ്സാണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റീവ് ഫോഴ്സാണ് സ്ട്രെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സത്യത്തിൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ ഈ കോഴ്സ് എടുക്കുന്ന പല ക്ലാസ്സിലും ഞാൻ ചോദിക്കാറുള്ള ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ്, സ്ട്രെസ് കാരണമാണോ സ്ട്രെയിൻ, അതോ സ്ട്രെയിൻ കാരണമാണോ സ്ട്രെസ്? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ആരാണ് റീസൺ അല്ലെങ്കിൽ കോസ്, ആരാണ് എഫക്റ്റ്? സ്ട്രെയിൻ കാരണമാണോ സ്ട്രെസ്, അതോ സ്ട്രെസ് കാരണമാണോ സ്ട്രെയിൻ? സ്ട്രെയിൻ കാരണമാണ് സ്ട്രെസ്. ഞാൻ പറഞ്ഞെന്ന സീക്വൻസ് നോക്കൂ. ബോഡിയിൽ ലോഡ് ആക്ട് ചെയ്യുന്നു, ലോഡ് കാരണം ബോഡി ഡീഫോം ചെയ്യുന്നു. ഡീഫോമേഷൻ എത്ര എന്ന് പറയുന്നതാണ് സ്ട്രെയിൻ. അപ്പോൾ ബോഡി ഡീഫോം ചെയ്തതാണ് സ്ട്രെയിൻ. ഡീഫോമേഷനെ ബോഡി ഇൻറ്റേർണലി റെസിസ്റ്റ് ചെയ്യുന്നു. ആ ഡീഫോമേഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻറ്റേർണലി സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ആരുണ്ടാവുന്നത്? ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആരുണ്ടാവുന്നത്? സ്ട്രെയിൻ അഗെയിൻസ്റ്റ് ആയിട്ട്. വീണ്ടും കലവിട്ടുടച്ചത്. സ്ട്രെയിൻ അഗെയിൻസ്റ്റ്, സോറി കറക്റ്റാണ്, ഞാൻ പറഞ്ഞു കേട്ട് മാറിപ്പോയി. സ്ട്രെയിൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് സ്ട്രെസ് വരുന്നത്. അതായത് സ്ട്രെയിൻ ആണ് കോസ്, സ്ട്രെസ് ആണ് എഫക്റ്റ്. ഇനി സ്ട്രെയിൻ്റെ കോസ് ആരാണ്? സ്ട്രെയിൻ ആര് കാരണം ഉണ്ടാവുന്ന? ഫോഴ്സ്, ലോഡാണ് പ്രൈമറി കോസ്. അപ്പോൾ ലോഡ് കാരണം സ്ട്രെയിൻ ഉണ്ടാകുന്നു, ആ സ്ട്രെയിനെ എതിർക്കാൻ വേണ്ടി സ്ട്രെസ് വരുന്നു. ഇനി സ്ട്രെസ്സിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്? അതും കൂടെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ഓഫ് സ്ട്രെസ് പാസ്കൽ. അപ്പോൾ കോമൺ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. ഹയർ യൂണിറ്റുകളുണ്ട്, ജിഗാ പാസ്കൽ, മെഗാ പാസ്കൽ.
ഓക്കെ, Newton/mm² ഉണ്ട്. അപ്പോൾ യൂണിറ്റ് ഓഫ് സ്ട്രെസ്, സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല, ഡിസൈനിൽ സ്ട്രെയിനിൻ്റെ റോൾ അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്ട്രെസ്സാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് എന്താണെന്ന് ഓർക്കുക. ഏതൊക്കെ ടൈപ്പ് സ്ട്രെസ് ഉണ്ട്, നോർമൽ സ്ട്രെസ് എന്താണ്, ഷിയർ സ്ട്രെസ് എന്താണ്, അതിൽ ഡിഫറൻറ്റ് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഇത് ഓർക്കുക. ഫസ്റ്റ് വൺ, ഇപ്പോൾ ബേസിക് ആയിട്ട് ഇതെല്ലാം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആക്സിയൽ സ്ട്രെസ്. എന്താണ് ആക്സിയൽ സ്ട്രെസ്? എപ്പോഴാണ് ആക്സിയൽ സ്ട്രെസ് ക്രിയേറ്റ് ആവുന്നത്? ഇതൊരു ബോഡി ആണെങ്കിൽ ലോഡ് എങ്ങനെ ആക്ട് ചെയ്യണം? ആക്സിസിന് അലോങ് ആയിട്ട് ലോഡ് ആക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമാജിനറി ആക്സിസ് ആണ്. ആക്സിസിന് അലോങ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സിയൽ സ്ട്രെസ്. ഓക്കെ, അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ആക്സിയൽ സ്ട്രെസ്. ആക്സിയൽ സ്ട്രെസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? കംപ്രസീവും ടെൻസൈലും. അപ്പോൾ ലോഡ് ഇൻവേർഡ് ആണെങ്കിൽ കംപ്രസീവ്, ലോഡ് ഔട്ട്വേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ടെൻസൈൽ. അപ്പോൾ പുഷും പുള്ളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കോമൺ ആയിട്ട്. ഇതിൽ പുഷ് ഏതാണ്, പുൾ ഏതാണ്? പുഷാണോ ടെൻസൈൽ അതോ പുള്ളാണോ ടെൻസൈൽ? അതെ, ശ്രദ്ധിക്കുക. ടെൻസൈൽ എന്ന് പറഞ്ഞാൽ പുള്ളിങ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ പുൾ. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ പുഷാണ്. 2 ആയാലും, ടെൻഷൻ ആയാലും കംപ്രഷൻ ആയാലും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ, വെറും സിഗ്മ വെച്ചിട്ട് തന്നെയാണ്. ഇക്വേഷൻ ലോഡ് ബൈ ഏരിയ. ലോഡ് ആക്ട് ചെയ്യുന്ന ലോഡ് പി, എ ക്രോസ് സെക്ഷണൽ ഏരിയ. സ്ട്രെയിൻ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, സ്ട്രെയിൻ ഒന്നും നിങ്ങൾ നോക്കണമെന്നില്ല. ലോഡ് ബൈ ഏരിയ. ഇവിടെ ഉണ്ടാകുന്ന ഡീഫോർമേഷനും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഇക്വേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻസിൽ നമുക്ക് ഈ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. ലോഡ്, ആക്സിയൽ ലോഡ്, എ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനി ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് നോർമൽ സ്ട്രെസ് ആണ്. ആക്സിയൽ സ്ട്രെസ് ഇസ് എ ടൈപ്പ് ഓഫ് നോർമൽ സ്ട്രെസ് ആണ്. സർഫസിന് പെർപെൻഡിക്കുലർ ആണ് സ്ട്രെസ്. അത് നോർമൽ സ്ട്രെസ്സുകൾക്കെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും, എല്ലാം സിഗ്മകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ. അതേപോലെ ഷിയർ സ്ട്രെസ്സുകൾ നമുക്ക് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ടോ ആയിരിക്കും. അത് ആ ഒരു രീതി ഓർത്തിരിക്കുക. അപ്പോൾ ആക്സിയൽ സ്ട്രെസ് 2 ടൈപ്പ്, ടെൻസൈലും കംപ്രസീവും. ഇനി വേറൊരു പോയിന്റും കൂടെ ഓർക്കണം. ആക്സിയൽ സ്ട്രെസ് ഈസ് യൂണിഫോം സ്ട്രെസ്. എന്താണ് എൻ്റെ മീനിങ്? യൂണിഫോം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ബോഡിയുടെ എല്ലാ പോയിന്റുകളിലും സ്ട്രെസ് വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ആക്സിയൽ സ്ട്രെസ്സിൻ്റെ പ്രത്യേകത ഇതാണ്. ആക്സിയൽ ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് എല്ലാ പോയിന്റ്സിലും സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർക്കുക. ആക്സിയൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ, എപ്പോഴാണ് ആക്സിയൽ സ്ട്രെസ് ഉണ്ടാകുന്നത്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ആക്സിയൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ, മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, വേരിയോ ആണോ യൂണിഫോം ആണോ. ഒരു കാര്യം കൂടെ, സൈൻ കൺവെൻഷൻ കൂടെ. നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സൈൻ കൺവെൻഷൻ എടുക്കേണ്ടി വരും. സിഗ്മ പോസിറ്റീവായിട്ട് എടുക്കുന്നത് ടെൻഷൻ കേസിലും, സിഗ്മ നെഗറ്റീവായിട്ട് എടുക്കുന്നത് കംപ്രഷനിലുമാണ്. ഡിസൈൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന സൈൻ കൺവെൻഷനാണ് ടെൻഷൻ പോസിറ്റീവായിട്ടും കംപ്രഷൻ. ഇത് അതേ ടെക്നിക്ക് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന് യൂസ് ചെയ്യുന്നുണ്ട്. ആ ടെക്നിക്ക് ഇവിടെ കടമെടുക്കുക. ടെൻഷൻ പോസിറ്റീവാണ്, കംപ്രഷൻ നെഗറ്റീവ് ആണെന്നുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. ആക്സിയൽ സ്ട്രെസ്സിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ ആണോ? ആക്സിയൽ സ്ട്രെസ് ഓക്കെ. അടുത്തത് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് ആണ് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്. ഇപ്പോൾ ഷിയർ സ്ട്രെസ്സിൽ 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു പാരലിയാണ്, സർഫസിന് പാരലാണ്. ആക്ട് പാരലൽ ആൻഡ് ഡയറക്ട്ലി അക്രോസ്
എ മെറ്റീരിയൽ ക്രോസ് സെക്ഷൻ. മെറ്റീരിയൽ ക്രോസ് സെക്ഷന് എലോങ് ആയിട്ട് പാരലായിട്ട് ലോഡ് ആക്ട് ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്. ഇത് കാരണം എന്തുണ്ടാകുന്നു? കോസിങ് ഇറ്റ് ടു സ്ലൈഡ് ഓർ ഫെയിൽ അലോങ് എ സ്പെസിഫിക് പ്ലെയിൻ. സ്ലൈഡ് ചെയ്യുന്നു. അത് നോക്കുക. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഒരു റിവറ്റഡ് ജോയിൻറ്റ്. ഇത് 2 പ്ലേറ്റ് ആണ്. ഇത് പ്ലേറ്റ്, ഇത് 2 പ്ലേറ്റ്സ് ആണ്. ആ പ്ലേറ്റിനെ ഒരു റിവറ്റ് വെച്ച് ജോയിൻ ചെയ്യുന്നു. ഈ റിവറ്റ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് ലോഡ്, ഇങ്ങോട്ട് ലോഡ്. ഇതാണ് റിവറ്റിൻ്റെ ആക്സിസ്. ആക്സിസിന് ഏത് ഡയറക്ഷനിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്? നേരത്തെ ആക്സിയൽ ലോഡിൽ ലോഡ് എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സിൽ അല്ലെങ്കിൽ ഷിയറിങ്ങിൽ ലോഡ് എങ്ങനെ ആയിരിക്കും? ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, പക്ഷെ ആർക്ക് അലോങ് ആയിരിക്കും? ആർക്ക് അലോങ്? സർഫസിന് അലോങ് അല്ലെങ്കിൽ പ്ലെയിൻ അലോങ്. അപ്പം പെർപെൻഡിക്കുലർ ടു ആക്സിസ്, പാരലൽ ടു പ്ലെയിൻ അല്ലെങ്കിൽ സർഫസ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ. ഇനി ഇത് ഫെയിലാകുകയാണെങ്കിൽ ഇവിടെ വെച്ച് പൊട്ടും. ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്ന സ്ഥലം ഇവിടെ വെച്ച് പൊട്ടും. അപ്പോൾ പൊട്ടി 2 പീസായിട്ട് മാറും. അപ്പോൾ അവിടെ വരുന്നതാണ് ഷിയർ ഫെയിലിയർ. അപ്പോൾ ഷിയർ കാരണം അപ്പോൾ ആ ലോഡിനെ അത് താങ്ങാൻ പറ്റില്ല, ഇത് ഷിയറിൽ പൊട്ടും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ്, അതായത് പൊട്ടുന്നതിന് മുമ്പ് അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ റെസിസ്റ്റൻസ് ഒന്നുമില്ല, അത് ബ്രേക്കായി കഴിഞ്ഞു. പൊട്ടുന്നതിന് മുമ്പ് വരെ നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചെടുക്കാം. അപ്പോൾ ആ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ആണ് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്. ടോ ഈസ് ഈക്വൽ ടു ആക്സിയൽ സ്ട്രെസ്സിൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ്. ചില കേസുകളിൽ ഇത് ടോ ഈക്വൽ ടു FS/AS എന്നും എഴുതാറുണ്ട്. എസ് മീൻസ് ഷിയർ, എസ് എന്ന് പറഞ്ഞാൽ ഷിയർ എന്നുള്ള മീനിങ് ആണ്. ഷിയർ ഫോഴ്സ് ബൈ ഷിയറിങ് ഏരിയ. അപ്പോൾ ആക്സിയൽ ലോഡ് എടുത്താലും ആക്സിയൽ സ്ട്രെസ് എടുത്താലും ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് എടുത്താലും ഇക്വേഷൻ വൈസ് രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷെ രണ്ടും ആക്ട് ചെയ്യുന്നത് ഡിഫറൻ്റ് ആണ്. ഒന്ന് സർഫസിന് അലോങ് ആണ്, ഒന്ന് സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. സർഫസിന് പെർപെൻഡിക്കുലർ സിഗ്മ, സർഫസിന് അലോങ് ടോ. ഇവിടെയും സ്ട്രെസ് യൂണിഫോം ആണ്. സ്ട്രെസ് ഈസ് യൂണിഫോം. എല്ലാ പോയിന്റിലും സ്ട്രെസ് വാല്യൂ, ഈ ക്രോസ് സെക്ഷൻ അലോങ് ഏത് പോയിന്റ് എടുത്താലും സ്ട്രെസ് യൂണിഫോം ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സും യൂണിഫോം സ്ട്രെസ്സാണ്. അതേപോലെ ആക്സിയൽ സ്ട്രെസ്സും യൂണിഫോം സ്ട്രെസ്സാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സിൽ? ഓക്കെ. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സിൽ നിങ്ങൾ ഓർക്കേണ്ടത്. ഇക്വേഷൻ എന്താണ്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്. അടുത്ത ബെൻഡിങ്. ബെൻഡിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പഠിക്കുന്നുണ്ട്. ബെൻഡിങ് ഒരു ബോഡിയിൽ ബെൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബെൻഡിങ്ങിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഓക്കെ. അതിനൊരു ന്യൂട്രൽ ആക്സിസ് കാണും. ന്യൂട്രൽ ആക്സിസ് നടുക്കൂടെ നമ്മൾ അവിടെ സെൻട്രൽ ആക്സിസ് പോലെ ന്യൂട്രൽ ആക്സിസ് കാണും. ബെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ബെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന കേസുകൾ വരും, ഓർ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന കേസുകൾ വരും. ഇതിനെ ഓരോ പേരൊക്കെ വിളിക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹോഗിങ്, സാഗിങ്. ഏതാണ് ഹോഗിങ്, ഏതാണ് സാഗിങ്? മുകളിൽ വരച്ചത് മുകളിലത്തെ ഹോഗിങ്, രണ്ടാമത്തെ സാഗിങ്. ഇനി ഇവിടെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവർ ഓർക്കേണ്ടത്, സായിങ് ആയാലും ഹോഗിങ് ആയാലും ന്യൂട്രൽ ആക്സിസിന് ഇലോങ്ങേഷൻ ഒന്നുമില്ല. അതായത് ഇവിടുത്തെ നീളം തന്നെ ആയിരിക്കും. ഇവിടെ നിന്ന് വളയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷേ നീളത്തിൽ ചെയ്യുന്നില്ല. പക്ഷേ ഹോഗിങ് വരുമ്പോൾ മുകളിൽ നീളം കൂടും, താഴെ നീളം കുറയും. സാഗിങ് വരുമ്പോൾ താഴെ നീളം കൂടും, മുകളിൽ നീളം കുറയും. അപ്പോൾ നീളം കുറയുന്ന സ്ഥലത്ത് ലെങ്ത് റെഡ്യൂസ് ചെയ്യുകയാണ്. അവിടെ എന്ത് എഫക്റ്റാണ് വരുന്നത്? കംപ്രഷൻ. അപ്പോൾ ഹോഗിങ്ങിൻ്റെ കേസിൽ താഴെ കംപ്രഷനും മുകളിൽ ടെൻഷനും വരും. സാഗിങ്ങിൻ്റെ കേസിലോ എവിടെ ടെൻഷൻ എവിടെ കംപ്രഷൻ?
താഴെ താഴെ ടെൻഷനാ, ടെൻഷൻ, മുകളിൽ കംപ്രഷൻ. അപ്പോൾ നോക്കുക, ബെൻഡിങ് സ്ട്രെസ് ഒരു യൂണിഫോം സ്ട്രെസ് ആയിരിക്കുമോ? എല്ലാ പോയിന്റിലും സ്ട്രെസ് ഒരേ കണക്കായിരിക്കുമോ? അല്ല. കാരണം ഒരിടത്ത് കംപ്രഷനാണ്, ഒരിടത്ത് ടെൻഷനാണ്. പിന്നെ ഒരു കാര്യം ഞാൻ അഡീഷണൽ പറഞ്ഞായിരുന്നു, ഈ ന്യൂട്രൽ ആക്സിസിൽ സ്ട്രെസ് എത്ര ആയിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാമോ? 0. കാരണം ദർ ഇസ് നോ ഡീഫോർമേഷൻ. അവിടെ ഡീഫോർമേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, നോർമൽ ഡീഫോർമേഷൻ ഇലോങ്ങേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നോർമൽ സ്ട്രെസ് 0 ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ വരച്ചത്, ഇപ്പോൾ ഇവിടെ ഈ ഫിഗർ വരച്ചേക്കുന്നത് അതാണ്ട് ഈ കേസിൻ്റെ ആണ്. ഇവിടെ സാഗിങ് ആണോ ഹോങ്ങിങ് ആണോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് സാഗിങ് ആണ്. ഇപ്പം മുകളിൽ കംപ്രഷനും താഴെ ടെൻഷനുമാണ്. ഇപ്പം മുകളിൽ കംപ്രഷൻ സിഗ്മ സി വെച്ച് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നു, താഴെ ടെൻഷൻ സിഗ്മ ടി വെച്ച് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നു. ഈ സിഗ്മ സി മാക്സിൻ്റെ വാല്യൂവും സിഗ്മ ടി മാക്സിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കും. ഇതൊരു സിമെട്രിക്കൽ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ. അപ്പോൾ അങ്ങനല്ല എങ്കിൽ സിഗ്മ മാക്സും സിഗ്മ സി മാക്സും സിഗ്മ ടി മാക്സും വേറെ ആയിരിക്കും. നമുക്ക് അത്രയും ഡെപ്തിലോട്ടൊന്നും പോകണ്ട ഇവിടെ ഡിസൈനിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, മുകളിലത്തെ കംപ്രസീവ് സ്ട്രെസ്സും താഴത്തെ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. നടുക്ക് സിഗ്മ 0 ആയിരിക്കും. അപ്പോൾ വേരിയേഷൻ വരുന്നത് ഒരു ട്രയാങ്കുലർ വേരിയേഷനാണ്. മുകളിൽ മാക്സിമം അത് അത് കംപ്രസീവാണ്. അവിടുന്ന് താഴേക്ക് വരുന്തോറും സ്ട്രെസ് കുറഞ്ഞു വരുന്നു. നടുക്കെത്തുമ്പോൾ 0 ആകുന്നു. നടുക്കുന്ന് വീണ്ടും താഴേക്ക് പോകുമ്പോഴേക്കും സ്ട്രെസ് റിവേഴ്സ് ചെയ്യുന്നു. കംപ്രസീവ് മാറി ടെൻസൈൽ ആകുന്നു. താഴോട്ട് വരുന്തോറും വീണ്ടും സ്ട്രെസ് കൂടുന്നു. അതിൻ്റെ ഏറ്റവും താഴത്തെ ഡെപ്തിൽ അതാണ്ട് ഈ ക്രോസ് സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതാണ്ട് ഇവിടെ YY എന്നൊരു ക്രോസ് സെക്ഷൻ, ആ YY ക്രോസ് സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വൈയുടെ ഏറ്റവും അതാണ്ട് ഈ പോയിന്റ് ഞാൻ എയും ബിയും എന്ന് എടുക്കുന്നു. ഈ എയും ബിയും ആണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ഇത് എ, ഇത് ബി. അപ്പോൾ എയിൽ കംപ്രഷൻ ആയിരിക്കും, ബിയിൽ ടെൻഷൻ ആയിരിക്കും. എയിൽ കംപ്രഷൻ്റെ മാക്സിമം ആയിരിക്കും, ബിയിൽ ടെൻഷൻ്റെ മാക്സിമം ആയിരിക്കും. ന്യൂട്രൽ ആക്സിസിൽ 0 ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ സ്ട്രെസ്സിൻ്റെ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ സിഗ്മ ഈക്വൽ ടു എം ഇൻറ്റു y by I or equal to sigma equal to m by z. m എന്താണ്, I എന്താണ്, y എന്താണ്, ഇതെല്ലാം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പഠിക്കുന്നതാണ്. m എന്താണ്? ഓൾറെഡി ഞാൻ പറഞ്ഞു. m ആരാണ്? മൊമെന്റ്, ബെൻഡിങ് മൊമെന്റ്. I ആരാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ക്രോസ് സെക്ഷൻ. y എന്താണ്? ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് പോയിന്റിലെ സ്ട്രെസ് ആണോ വേണ്ടത്, ഇപ്പൊ സിഗ്മ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. സിഗ്മ ഏത് പോയിന്റിലെ ആണോ ആ പോയിന്റ് വരെയുള്ള ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള വെർട്ടിക്കൽ ഹൈറ്റ് ആണ് y. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ വേണം, y മുകളിലേക്ക് പോകും തോറും അല്ലെങ്കിൽ പോയിന്റ് മുകളിലേക്ക് പോകും തോറും y കൂടും. y കൂടുന്നതനുസരിച്ച് സിഗ്മയും കൂടും. കാരണം ഇക്വേഷൻ നോക്കുക, സിഗ്മ പ്രപ്പോർഷണൽ ടു y ആണ്. അപ്പോൾ y ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സിഗ്മ മാറും. അപ്പോൾ y മാക്സിമം വരുന്നിടത്തായിരിക്കും ആരും മാക്സിമം? സിഗ്മ. അപ്പോൾ സിഗ്മ മാക്സിന് എനിക്ക് എന്നാ ഇക്വേഷൻ എങ്ങനെ എഴുതാം? സിഗ്മ മാക്സ് ഈക്വൽ ടു m by I ഇൻറ്റു ആരെന്ന് എഴുതാം? y മാക്സ്. വൈക്ക് പകരം ഇവിടെ സിഗ്മ, അല്ലാതെ എം മാറത്തില്ല. ഒരു ക്രോസ് സെക്ഷനിൽ ഒരു എം എ കാണും, ഒരു ക്രോസ് സെക്ഷനിൽ ഒരു ഐ എ കാണും. സിഗ്മ മാറണമെങ്കിൽ y മാറണം. അപ്പോൾ സിഗ്മയുടെ മാക്സിമം എത്തണമെങ്കിൽ വൈയുടെ മാക്സിമം എത്തണം. എങ്കിൽ ഇവിടെ നിന്ന് ഒരു പുതിയൊരു റിലേഷൻ കിട്ടും. പഠിക്കാനുള്ള റിലേഷനാണ്. ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: സിഗ്മ മാക്സ് ഈക്വൽ ടു എം ബൈ ഐ ബൈ വൈ മാക്സ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഫോളോ ചെയ്തവർക്ക് അറിയാം, ഈ ഐ ബൈ വൈ മാക്സിന് ഒരു പേര് വിളിക്കും. എന്താണത്? സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസ്, Z.
അപ്പോൾ ഈ ഇക്വേഷൻ വഴിയും പ്രോബ്ലം ചെയ്യാം. സിഗ്മ മാക്സ് ഈക്വൽ ടു എം ബൈ ഇസഡ്. നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും മാക്സിമം സ്ട്രെസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എം ബൈ ഇസഡ്. എം ബൈ ഇസഡ് എം എങ്ങനെ കണ്ടുപിടിക്കണം, ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കണം, നമ്മൾ പല കേസിൽ പഠിച്ചു. കാൻഡിലിവർ ബീം, സിംപിളി സപ്പോർട്ട് ബീം, എല്ലാത്തിലും നമ്മൾ ബെൻഡിങ് മൊമെന്റ് പഠിച്ചിട്ടുണ്ട്. ഇസഡ് ഡിഫറൻറ്റ് ക്രോസ് സെക്ഷൻ ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നും പഠിച്ചിട്ടുണ്ട്. സർക്കിളിൻ്റെ കേസിൽ എങ്ങനെയാണ്, റെക്റ്റാങ്കിളിൻ്റെ കേസിൽ എങ്ങനെയാണ്. സർക്കിളിൻ്റെ ആർക്കിൽ ഓർമ്മയുണ്ടോ? ഇസഡ് ഈക്വൽ ടു പൈ ബൈ 32 d raised to 4. പൈ ബൈ 32 d raised to 4 ആണെന്നാ ഞാൻ കേട്ടത്. 4 അല്ല 3 ആണ്. അതായത് പൈ ബൈ 64 d raised to 4 ബൈ d ബൈ 2. y എന്ന് പറയുന്ന സർക്കിളിൻ്റെ കേസിൽ y മാക്സ് എന്ന് പറയുന്നത് d ബൈ 2 ആണ്. അപ്പോൾ പൈ d ക്യൂബ് ബൈ 32 ആണ്. റെക്റ്റാങ്കിളിനോ BD സ്ക്വയർ ബൈ 6. BD സ്ക്വയർ അല്ലെങ്കിൽ BH സ്ക്വയർ ബൈ 6. ഓക്കെ, ഇത് രണ്ടും മെയിനായിട്ട് ഓർത്തിരിക്കുക. ഹോളോ സർക്കിളിൻ്റെയും ചിലപ്പോൾ ആവശ്യം വരും. ഹോളോ സർക്കിൾ വരുമ്പോൾ എന്താ ഇക്വേഷൻ? പൈ ബൈ 32 അല്ലെങ്കിൽ ചെയ്ത് കണ്ടുപിടിക്കുക. പൈ ബൈ 32 DO ഇൻറ്റു DO raised to 4 മൈനസ് DI raised to 4. അല്ലാതെ ഇവിടെ DO ക്യൂബ് മൈനസ് DI ക്യൂബ് എന്ന് എഴുതി വെക്കരുത്, തെറ്റാണ്. DO raised to 4 മൈനസ് DI raised to 4 ബൈ 32 DO. പൈയും കൂടെ ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഈ 3 കേസ് ജസ്റ്റ് ഓർത്തിരിക്കുക. സർക്കിളിൻ്റെ കേസിൽ പൈ ഡി ക്യൂബ് ബൈ 32, റെക്റ്റാങ്കിളിൻ്റെ കേസിൽ BH സ്ക്വയർ ബൈ 6, ഹോളോ സർക്കിളിൻ്റെ കേസിൽ പൈ DO raised to 4 മൈനസ് DI raised to 4 ബൈ 32 DO. ഇത്രയാണ് ഇസഡിൻ്റെ വാല്യൂസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും പറഞ്ഞു. എമ്മിൻ്റെ വാല്യൂ കൂടെ പറയാം. നമുക്ക് ബേസിക് ആയിട്ട് 2 കാര്യങ്ങളാണ് വരുന്നത്. കാൻഡിലിവർ ബീം F വരുന്നു, L വരുന്നു എങ്കിൽ എം എത്രയാണ്? FL ബൈ വല്ലതും പറഞ്ഞോ? ഇല്ല, FL ആണ് കറക്റ്റ്. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീം നടുക്ക് ലോഡ് എന്തായിരിക്കും? മാക്സിമം ഇതെല്ലാം എം മാക്സ് ആണ്. എം മാക്സ് ആണ് ഞാൻ എഴുതുന്നത്. പറഞ്ഞോ, കേട്ടില്ല ഞാൻ. FL ബൈ 4 കറക്റ്റ്. ഇനി ഒരു കേസും കൂടെ ഓർത്തിരിക്കുക പറ്റുമെങ്കിൽ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പഠിപ്പിച്ചതാണ്. ഇന്റർമീഡിയറ്റ് ലോഡ് വരികയാണെങ്കിൽ, ഇന്റർമീഡിയറ്റ് ലോഡ് F, ഇത് എയും ബിയും ആണ്, ഇതെല്ലാം ആണെങ്കിൽ എം മാക്സ് ഈക്വൽ ടു FAB ബൈ L. അപ്പോൾ ഈ ഇക്വേഷൻ അപ്പോൾ ഇത്രയാണ് എമ്മിന് പഠിക്കാനുള്ളത്. ഐ പഠിക്കണം. ഐ റെക്റ്റാങ്കിളിൻ്റെ പഠിക്കണം, അതേപോലെ സർക്കിളിൻ്റെ പഠിക്കണം, ഹോളോ സർക്കിളിൻ്റെ പഠിക്കണം. അതെല്ലാം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൻ്റെ നോട്ട്സിൽ കിടപ്പുണ്ട്. വൈ ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ്, വൈ മാക്സ് എടുക്കുമ്പോൾ നമുക്ക് I ബൈ വൈ മാക്സിനെ ഇസഡ് എന്ന് എടുക്കാം. ഇനി നിങ്ങളൊരു കാര്യം കൂടെ ഓർക്കുക. സിഗ്മയും ഇസഡും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി എങ്ങനെയാണ്? സിഗ്മ പ്രപ്പോർഷണൽ ടു ഇസഡ് ആണോ, സിഗ്മ പ്രപ്പോർഷണൽ ടു 1/z ആണോ? പ്രപ്പോർഷണൽ ടു 1/z. അതായത് സെക്ഷൻ മോഡുലസ് കൂടി കഴിഞ്ഞാൽ സ്ട്രെസ് കുറയും, ബെൻഡിങ് സ്ട്രെസ് കുറയും, റെസിസ്റ്റൻസ് കൂടുതലാണ്. ഇസഡ് മീൻസ് റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. ഇസഡ് കൂടുതലാണെങ്കിൽ ബെൻഡിങ് കുറവായിരിക്കും, റെസിസ്റ്റൻസ് ടു ബെൻഡിങ് കൂടുതലായിരിക്കും, അതായത് ബെൻഡിങ് കുറവായിരിക്കും. എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ക്ലാരിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ ഐഡിയാസ്? ബെൻഡിങ് സ്ട്രെസ് ഒരേ സമയം ഏത് സ്ട്രെസ്സും ബെൻഡിങ്ങിൻ്റെ കേസിൽ ഉണ്ടാവും.
കംപ്രസീവ് ടെൻസൈൽ. കംപ്രഷനും ടെൻഷനും ഉണ്ടാവും. അത് ഫിഗർ അനുസരിച്ച് ഓർക്കണം. ഇപ്പോൾ ക്യാൻഡിലിവറിന്റെ കേസിലാണെങ്കിൽ മുകളിൽ ടെൻഷനാണോ കംപ്രഷനാണോ? ക്യാൻഡിലിവർ കേസിൽ ഈ ക്യാൻഡിലിവറിൽ സാഗിങ് ആണോ ഹോയിങ് ആണോ വരുന്നത്? ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ട് നടുക്ക് എൻഡിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ ഈ ബീം എങ്ങനെ വളയും? ഈ ഫിഗർ നോക്ക്. ഇതെങ്ങനെ വളയാൻ പോകുന്നത്? ഇങ്ങനല്ലേ? ഇത് സായിങ്ങാ ഹോയിങ്ങാ? ഹോഗിങ് ആണ്. അപ്പോൾ ഇങ്ങനെ വളയുന്നത് ഹോഗിങ് ആണ്. ഹോഗിങ് എന്ന് പറയുമ്പോൾ എവിടെ ടെൻഷൻ എവിടെ കംപ്രഷൻ? മോളി ടെൻഷൻ, താഴെ കംപ്രഷൻ. മുകളിൽ ടെൻഷൻ താഴെ കംപ്രഷൻ. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസ് നോക്ക്. നടുക്ക് ലോഡ് വരുമ്പോൾ ഇത് ഇങ്ങനെ വളയും. ഇത് സായിങ്ങാ ഹോയിങ്ങാ? സായിങ്. സായിങ് വരുമ്പോൾ എവിടെ ടെൻഷൻ എവിടെ കംപ്രഷൻ? ക്ലിയർ ആവുന്നില്ല. മുകളിൽ കംപ്രഷൻ താഴെ ടെൻഷൻ. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. പിന്നെ പഠിച്ചു വെക്കാനുള്ള ഇക്വേഷൻസ്, ഇസഡിന്റെ ഇക്വേഷൻസ്, എമ്മിന്റെ ഇക്വേഷൻസ്, അല്ലെങ്കിൽ ഐയും കൂടെ പഠിക്കാം. അല്ലെങ്കിൽ അതായത് മാക്സിമം സ്ട്രെസ് അല്ലാതെ ഇടയ്ക്കുള്ള പോയിന്റ്സിലെ സ്ട്രെസ് വേണമെങ്കിൽ നമുക്ക് ഐയും കൂടെ അറിയണം. ഓക്കെ. ഇനി ഇതൊരു യൂണിഫോം സ്ട്രെസ് ആണോ നോൺ യൂണിഫോം സ്ട്രെസ് ആണോ? ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നും കൂടെ ഒന്ന് ഓർമ്മിക്കുന്നേ ഉള്ളൂ. നോൺ യൂണിഫോം ആണ്. കാരണം ലീനിയർലി വേരിങ് ആണ്. ഡെപ്ത് അനുസരിച്ച് ലീനിയർലി വേരി ചെയ്യും. ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും മാക്സിമം വാല്യൂസ്. അപ്പോൾ ടോപ്പ് ഫൈബറിലും ബോട്ടം ഫൈബറിലും മാക്സിമം സ്ട്രെസ്. ന്യൂട്രൽ ആക്സിൽ സ്ട്രെസ് എന്തായിരിക്കും? 0. അപ്പോൾ അടുത്ത ടോപ്പിക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. That's all for today, and thank you.